ഫ്രീ ആയിട്ട് ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വിവരം ഓൾറെഡി നമ്മൾ ചാനൽ വഴി അറിയിച്ചിരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന നീറ്റ് നിങ്ങളുടെ കയ്യിലായിരിക്കും. സോ അതിന് വേണ്ട ആ ഒരു പ്രിപ്പറേഷൻ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, ടാർഗറ്റ് ഈ വർഷം 2022 നീറ്റ്, കീം, JEE എന്നിവ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വിവരം ഓൾറെഡി നമ്മൾ ചാനൽ വഴി അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 2000-ഓളം വിദ്യാർത്ഥികൾ അതിലേക്ക് ജോയിൻ ചെയ്തു. വളരെ സന്തോഷം. കാരണം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ പ്ലാൻഡ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു വർഷത്തെ ക്രാഷ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നമുക്ക് ഏകദേശം 80 ദിവസത്തോളം നമുക്ക് ഡേയ്സ് ഈ ഒരു വർഷം നമുക്ക് ലഭിക്കുന്നുണ്ട് എക്സാമിന് ശേഷം. അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായി പ്ലാൻഡ് ആയിട്ട് നമ്മൾ ക്രാഷ് കോഴ്സ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റും അതുപോലെ കീം, JEE പോലത്തെ എൻട്രൻസ് എക്സാംസ് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ മക്കള് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ വേണ്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ പിന്നിൽ കൃത്യമായ ടൈം ടേബിളും ഡെയിലി എക്സാംസും അതുപോലെ ഒരു മോഡ്യൂൾ കഴിയുന്ന സമയത്ത് സീരീസ് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായ ടൈം ടേബിൾ ടാർഗറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ ആണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. മക്കളെ നിങ്ങൾക്ക് നോക്കാം, ഓരോ ഡേ ബൈ ഡേ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, അതിൻ്റെ കൃത്യമായ റെക്കോർഡ് ക്ലാസ്സും വീക്കിലി ഉണ്ടാവുന്ന ലൈവ് ക്ലാസ്സും നിങ്ങൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന നീറ്റ് നിങ്ങളുടെ കയ്യിലായിരിക്കും. സോ അതിന് വേണ്ട ആ ഒരു പ്രിപ്പറേഷന് വേണ്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്താണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തു. നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ കൃത്യമായി നിങ്ങളുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരും. അതിനനുസരിച്ചാണ് മക്കൾ ക്ലാസ്സുകൾ കാണേണ്ടത്. ഓക്കെ, സോ നോക്കടാ, ഇവിടെ നോക്ക്. ഫസ്റ്റ് ഡേ 28-ാം തീയതി, ഏപ്രിൽ 28-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് ബയോളജിയാണ്. ബയോളജിയിൽ റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ആ ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം അന്ന് തന്നെ നൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാം ഉണ്ടാവും, MCQ എക്സാം ഉണ്ടാവും. ഓക്കെ, സ്പോട്ടിൽ തന്നെ അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കും. സോ ഓരോ ദിവസവും ക്ലാസ്സും അന്ന് തന്നെ അതിൻ്റെ MCQ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള MCQസുമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും അതിൻ്റെ ക്ലാസ്സുകൾ, ഫസ്റ്റ് ഡേ റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ്, സെക്കൻഡ് ഡേ സോളിഡ് സ്റ്റേറ്റ് ആണ്, തേർഡ് ഡേ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്, ഫോർത്ത് ഡേ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഓരോ ദിവസവും അന്നന്ന് അതിൻ്റെ മോഡൽ എക്സാംസ് ഉണ്ടാവും, ഓരോ ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ സീരീസ് ടെസ്റ്റ് കാണുന്നത് കണ്ടോ മക്കളെ, അതെന്താണ്? ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം ആണ് ഈ സീരീസ് ടെസ്റ്റ് 1 ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ 2 എക്സാംസ് അല്ലേ, ഈ ഒരു ചാപ്റ്ററിൽ അന്നൊരു എക്സാം നടന്നു, ഈ സീരീസ് ടെസ്റ്റിലും ഒരു എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ ഓരോ ദിവസവും നെക്സ്റ്റ് അടുത്തത് സൊല്യൂഷൻസിന്റെ ക്ലാസ് ആണ്, അന്ന് അതിന്റെ എക്സാം ഉണ്ടാകും. അങ്ങനെ ഓരോ ദിവസവും ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം അന്നൊക്കെ അതിന്റെ കൃത്യമായ എക്സാം. പിന്നെ അതിനെന്താണ്, ഒരു വീക്ക് കഴിയുമ്പോൾ അതിന്റെ സീരീസ് ടെസ്റ്റുകൾ. അങ്ങനെ കൃത്യമായി ഷെഡ്യൂളായിട്ട് നമ്മൾ ഇതാ ചാപ്റ്റേഴ്സ് ഒരുപാടൊന്നും പഠിക്കാനില്ല. ഡെയിലി നമുക്ക് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ മാക്സിമം 2 ചാപ്റ്റർ. സാധാരണഗതിയിൽ ഒരു ദിവസം 4ഉം 5ഉം ചാപ്റ്റർ പഠിക്കേണ്ട സാഹചര്യമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. എന്നാൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് 80 ഡേയ്സ് കിട്ടുന്നത് കൊണ്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ്. എന്നാൽ നമുക്ക് കീമിലേക്ക് അത്ര ഡേയ്സ് കിട്ടില്ല. സോ കുറച്ചും കൂടെ ചാപ്റ്റേഴ്സ് അധികം പഠിക്കേണ്ടി വരും. കീം പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേറെ തന്നെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ എന്തായാലും മക്കളെ ഇതാ ഈ ചാപ്റ്റേഴ്സ് ഇങ്ങനെ കഴിഞ്ഞതാ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നോക്കടാ, അവസാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ ഒരു ടൈം ഞങ്ങൾ തരും. അതിനുശേഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സിൽ നീറ്റ് മോഡൽ എക്സാം ഉണ്ടാവും. അതിനുശേഷം അത് നീറ്റ് മോഡൽ എക്സാം ഫസ്റ്റ് ഒരു എക്സാം ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സ്റ്റഡി ലീവ്, വീണ്ടും ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നീറ്റ് മോഡൽ എക്സാം. അതിനുശേഷം വീണ്ടും ഒരു ലീവ്, വീണ്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരു നീറ്റ് മോഡൽ എക്സാം. അതിനുശേഷം 3 നീറ്റ് മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ നീറ്റ് എക്സാമിലേക്ക് പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം കൃത്യമായി ടീച്ചേഴ്സിന്റെ ഗൈഡൻസോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് അതുപോലെ തന്നെ കീമിന് വേറെ തന്നെ ഷെഡ്യൂൾ ഉണ്ട്. കീം നീറ്റ് പോലെ
പോലെ അല്ലെങ്കിൽ JEE പോലത്തെ എൻട്രൻസ് ഒക്കെ വളരെ നിസ്സാരമായി എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ടാർഗറ്റ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കി വെറും 1000 സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 2000ഓളം സീറ്റ് ഓൾറെഡി ഫിൽഡ് ആയി കഴിഞ്ഞു. 1000ഓളം സീറ്റ് 3000 അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. കാരണം നമുക്ക് ആ ഒരു വോളിയൂം ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അത് കോഴ്സ് ഫ്രീ ആയിട്ടാണ്. നമ്മുടെ ഈ കോഴ്സ് ഫീസ് നമ്മൾ പൂർണ്ണമായിട്ടും ഫ്രീ ആക്കി കൊടുത്തു. 10th ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കോഴ്സ് ഫീസ് കംപ്ലീറ്റ് ഫ്രീ ആക്കിയത്. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം നമ്മുടെ ഈ ബോർഡ് എക്സാമിന് ശേഷം നിങ്ങൾ നമ്മുടെ എൻട്രൻസിലേക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ ആവേണ്ടത് ആ ഒരു ആഗ്രഹം നല്ലതുപോലെ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക, എക്സാംസ് കറക്റ്റായി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എൻട്രൻസ് എക്സാം നിങ്ങൾ കൃത്യമായി എഴുതുക. അതോടുകൂടി നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. മക്കള് ടെൻഷൻ ഇല്ലാതെ പഠിക്കുക. ഓക്കെ, ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.